പ്രിയപ്പെട്ടവരെ, ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 4ാം എഡിഷൻ ആവേശപൂർവ്വം വരവേറ്റ് അതുല്യ വിജയമാക്കിയ നിങ്ങളേവർക്കും അഭിവാദ്യം. വർണ്ണക്കാഴ്ചകൾ സൃഷ്ടിച്ചാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഓരോ എഡിഷനും വ്യത്യസ്തമാകുന്നത്. അതീവ സാങ്കേതിക മികവോടെ അവതരിപ്പിക്കുന്ന ഡ്രോൺ ലൈറ്റ് ഷോ ഇക്കൊല്ലവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ഡ്രോൺ ലൈറ്റ് ഷോ നിങ്ങളെല്ലാവരും നല്ല നിലയിൽ ആസ്വദിച്ചതാണല്ലോ. ഈ നാടിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക ദൃശ്യങ്ങളാണ് ഈ നവീന സാങ്കേതിക സംവിധാനത്തിലൂടെ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ നാടും നഗരവും പുതുപ്രതീക്ഷകളുടെ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച ആവേശത്തിലാണ്. വ്യത്യസ്തമായ പ്രകാശക്കാഴ്ചകളുമായി ടൂറിസം വകുപ്പ് ഒരുക്കിയ ന്യൂ ഇയർ ഇലുമിനേഷൻ ഈ ആഘോഷവേളക്ക് കൂടുതൽ തിളക്കമേകി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങൾ ദീപാലംകൃതമാക്കി മാറ്റിയത് ഏറെ സന്തോഷം നൽകിയ കാര്യമാണല്ലോ. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നടത്തുന്ന ഉത്സവമാണ്. മണ്ണിലും കാറ്റിലും സ്നേഹത്തിന്റെ താളം പിടിക്കുന്ന നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ തുറമുഖ നഗരങ്ങളിലൊന്ന്. പ്രാചീന കാലഘട്ടം തൊട്ടേ ലോകമെങ്ങും സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരമെന്ന നിലയിൽ കോഴിക്കോട് പേരെടുത്തിരുന്നു. അറബികളും ഈജിപ്ഷ്യരും തുർക്കികളും ചൈനക്കാരും ഉൾപ്പെടെയുള്ള വിദേശികളെ വാണിജ്യാവശ്യങ്ങൾക്കായി ഒന്നിച്ചു കോർത്തിണക്കിയ നന്മ കോഴിക്കോടിന്റെ മണ്ണിലുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി പല നൂറ്റാണ്ടുകളിലായി വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് കോഴിക്കോടിന്റെ മണ്ണിലേക്ക് വന്നത്. സിൽക്ക് റൂട്ടുമായി ബേപ്പൂരിലെ ഒരു നിർമ്മാണത്തിന് ബന്ധമുള്ളതായി സൂചനയുണ്ട്. ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം അരങ്ങേറി. മലബാറിന്റെ കവാടമായ ബേപ്പൂരിൽ ഈ കൊല്ലം 4ാം എഡിഷനിലേക്ക് കടന്നിരിക്കുന്നു. സലാറ്റിനെയും ചേർത്ത് പിടിച്ചൊന്നാക്കുന്ന ബേപ്പൂരിന്റെ ആതിഥേയ മനസ്സും ഈ നേട്ടങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പുലിമുട്ടും കപ്പലുകളും ഗുരുവും ലൈറ്റ് ഹൗസും എല്ലാം ഒരുക്കി സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയ ബേപ്പൂർ ജലകായികമേള, നാവിക പ്രദർശനങ്ങൾ, പാചകമേള, കലാസംഗീത സന്ധികൾ തുടങ്ങി ഒട്ടേറെ നവ്യ അനുഭവങ്ങളാണ് ഈ രാജ്യാന്തര ജലോത്സവത്തിലൂടെ അതിഥികൾക്കായി ഒരുക്കുന്നത്.